ഇന്നത്തെ ഡേയില് ലാലേട്ടൻ വന്നു ഈ പറയുന്ന അനുമോളുടെ അതോടൊപ്പം തന്നെ അനീഷിന്റെയും കാര്യം ചോദിച്ചു. കുറച്ചൊന്ന് പുകഴ്ത്തിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. കാരണം പൊലിപ്പിച്ച് കൊണ്ട് നല്ല രീതിയിൽ ലാലേട്ടനോട് പതപ്പിച്ച് വിട്ടു അത്. ഈ പറയുന്ന തരത്തിൽ അനുമോളുടെ അടുത്തും അതോടൊപ്പം തന്നെ അനീഷിന്റെ അടുത്തും ഒക്കെ ആ കാര്യം ഒന്ന് നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് വിട്ടു ലാലേട്ടൻ. ഇതിനെല്ലാം ശേഷം ലാലേട്ടൻ ഒരു കേക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുത്തു വിട്ടു. കാരണം ഈ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് കൊടുത്തു വിട്ടു. കാരണം അനുമോള് അവിടെ ആകെ അങ്ങ് ഇതായിട്ട് നിൽക്കുവാണ്. അയ്യോ പെട്ടുപോയോ, ഏതാണോ ഇതാണോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. അനീഷ് കാര്യം തുറന്നു പറഞ്ഞു, ഇതായിരുന്നു ലാലേട്ട എന്നുള്ളത് തുറന്നു പറഞ്ഞു. എന്നിട്ട് ലാലേട്ടൻ ബ്രേക്കിന് പോയതിനു ശേഷം അവിടെ മേക്കപ്പ് സ്ഥലത്ത് ചെന്ന് നിന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നൂറേടെ അടുത്തും ആതിരയുടെ അടുത്തുമാണ് സംസാരിക്കുന്നത്. അവരടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് അനുമോള് പറയുന്നു, എനിക്കിതിന് പ്രത്യേകിച്ച് തീരുമാനം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ലാലേട്ടൻ പറഞ്ഞു ചിലപ്പോൾ സമയമെടുക്കും, കാരണം പെട്ടെന്ന് ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവർക്ക് ഒരു മറുപടി തരണമെന്നില്ലല്ലോ. അപ്പം കുറച്ച് സമയമെടുക്കും, സമയം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ലാലേട്ടൻ പറയുന്നതാണ് പോയത്. അപ്പോൾ അനുമോള് പറയുന്നു അവിടെ പോയിട്ടുണ്ട്. കാരണം അനുമോള് അവിടെ നിന്ന് ലാലേട്ടൻ നിന്ന സമയത്ത് പറയുന്നു എനിക്ക് അനീഷേട്ടനെ ഇഷ്ടമാണ് എന്ന്, ഞാനൊരു ഫ്രണ്ടിനെ പോലെ എന്നുള്ള രീതിയിലാണ് കാണുന്നത്, അല്ലാതെ മറ്റേ രീതിയിൽ കല്യാണം എന്നുള്ള രീതിയല്ല ആംഗ്യ ഭാഷയെ കാണിക്കുന്നുണ്ട് അനുമോള്. പക്ഷെ ഈ അനുമോള് തന്നെയാണ് ഈ നൂറയുടെ അടുത്തും ആദിലയുടെ അടുത്തും പറയണത് ഞാനൊരു സഹോദരനെ പോലെയാണ് കാണുന്നത്. ഇതിൽ ഏതുപോലെയാണ് കാണുന്നത് എന്നുള്ളത് അനുമോള് പറയുന്നത് ഏത് വിശ്വസിക്കണമെന്നും അറിയത്തില്ല. എന്നിട്ട് ഡ്രസ്സിംഗ് ഏരിയ പോയി എന്നിട്ട് അനുമോള് പറയുകയാണ് എനിക്ക് അങ്ങനെ സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്, എനിക്ക് അത് പറ്റാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് അനുമോള് ഓൾറെഡി അങ്ങ് പറയുവാണ്. ഇനി അനീഷേട്ടന് വല്ല ഇതും തോന്നുവോ, അനീഷേട്ടൻ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്, അനീഷേട്ടൻ ഭയങ്കര പ്രതീക്ഷയിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ടോക്ക് അവിടെ അനുമോള് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അനുമോള് പറയുകയാണ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആലോചന വരില്ല എന്നുള്ള തരത്തിൽ, കല്യാണാലോചന വരില്ല എന്നുള്ള തരത്തിൽ, എനിക്ക് കല്യാണാലോചന ഒന്നും വരില്ല എന്നുള്ള തരത്തിൽ അനുമോളോട് സംസാരിക്കുന്നു. എന്താണ് അനുമോളെ മനസ്സിലാവുന്നില്ല. കാരണം ഇതെല്ലാം വരുത്തി വെച്ചത് ആരാണ്? ആരെങ്കിലും അങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചെയ്തതാണോ? സ്വയമേ ഓരോ കാര്യങ്ങൾ ചെയ്തു വച്ചിട്ട് അയാളുടെ പിറകെ ചെന്ന് ഓരോ ഡ്രാമ കളിച്ചിട്ട് അയാളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ട് അവസാനം അയ്യോ ഞാൻ പെട്ടുപോയി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അനുമോളെ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീടോ എന്നാണ് ഇതിന് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അനുമോള് തന്നെ വരുത്തി വെച്ച വിന അത് അനുഭവിക്കേണ്ടത് അനുമോള് തന്നെയാണ്, അല്ലാതെ മറ്റാരും അല്ല. ഇതിൽ തകർന്നത് അനീഷാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുമോള് കാരണമാണ് ഈ പ്രശ്നം ഇത്രത്തോളം വഷളായി. എന്നിട്ട് തന്നെ അനുമോള് പറയാണ് എനിക്ക് കല്യാണാലോചന വരുവോ ഇല്ലേ എന്നുള്ളതാണ് അനുമോക്ക് അവിടെ ടെൻഷൻ എന്ന് പറയുന്നത്. എന്തിനായിരുന്നു അങ്ങനെയൊക്കെ ഒരു പേടിയുള്ള ടെൻഷനുള്ള വ്യക്തി ഇമാതിരി പരിപാടി ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ഡ്രാമ കളി അതോടൊപ്പം തന്നെ ഇമാതിരി കോമഡി പരിപാടികൾ മറ്റുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് നോക്കാതെ അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണെന്ന് ചിന്തിക്കാതെ അയാൾക്കെതിരെ എന്തു ആവാം. പക്ഷെ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത്. ഇത് എന്തുതരം ന്യായമാണെന്ന് മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് അനുമോട് ആ സംസാരം കേട്ടപ്പോഴത്തേക്ക് ഒരു വല്ലാത്ത രീതിയിൽ തോന്നിപ്പോയി സത്യം പറഞ്ഞ. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.